പ്രോപ്പർ സമയത്ത് സ്കാനുകൾ ചെയ്ത് ആ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഏർലി ഇൻ്റർവെൻഷൻ പ്രതിവിധികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ കണ്ടു മനസ്സിലാക്കിയാലാണ് സാധിക്കുകയുള്ളൂ. പിന്നീട് നമ്മൾ ചെയ്യുന്ന സ്കാനാണ് അനോമലി സ്കാൻ. അനോമലി സ്കാൻ അല്ലെങ്കിൽ 20 വീക്ക് സ്കാൻ എന്ന് പറയുന്നു. ഈ സ്കാനിൽ ഏകദേശം ആന്തരിക അവയവങ്ങളൊക്കെ രൂപഭാവങ്ങളിൽ ഏകദേശം രൂപത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ രൂപം, ഭാവം, പൊസിഷൻ നമ്മൾ തല മുതൽ താഴെ വരെയുള്ള കംപ്ലീറ്റ് ഓർഗൻസിനെ സ്ക്രീൻ ചെയ്ത് എന്തെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കുന്ന സ്കാനാണ്. ഇതിൽ നമ്മൾ ഉറപ്പായിട്ടും ബ്രെയിൻ അനോമലീസ്, സ്പൈന്, ഫേഷ്യൽ ഡിസ്മോർഫിസം, ക്ലെഫ് ലിപ്പ്, ക്ലെഫ് പാലറ്റ്, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ അന്നനാളത്തിലുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം കൈകാലുകളിലുള്ള വൈകല്യങ്ങൾ, ഒരുവിധമുള്ള ഗ്രോസ് അബ്നോർമാലിറ്റീസ് എല്ലാം, കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഇപ്പം നമ്മളിത് പുറമേ നിന്ന് നോക്കുന്ന ഒരു സ്കാനാണ്. 100% കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് ആർക്കും പറയാൻ സാധിക്കില്ല. പക്ഷെ മേജർ ആയിട്ടുള്ള ഗ്രോസ് കൺജനിറ്റൽ അനോമലീസ് ഒക്കെ നമുക്ക് ഉണ്ടെങ്കിൽ ഇതിൽ നമുക്ക് ഉറപ്പായിട്ടും കണ്ടെത്താൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ജനിക്കുന്നതിന് മുമ്പും ജനിക്കുന്ന സമയത്തും വേണ്ട പ്രിക്കോഷൻസ് എടുക്കാനും വേണ്ട ഇൻ്റർവെൻഷൻസിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനോമലി സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അനോമലി സ്കാൻ മിസ് ചെയ്യാൻ പാടില്ല. ഇത് വേദനാജനകവും അല്ല.